ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലും അവൈലബിൾ ആണ്. സോ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മുടെ വേൾഡ് ഫേമസ് റിവ്യൂവറിന് പലരും വിശേഷിപ്പിക്കുന്ന കുട്ടി മിണ്ടിയില്ല സിനിമയെ പറ്റിയിട്ട്. എന്താ ചോദിച്ചപ്പോ ആള് പറയാണ്, എന്റെ ഫ്രണ്ടാണ്, ഞാൻ വലുത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഹാർട്ട് ആവുന്നു. ബാക്കിയുള്ള തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല, അവര് പിന്നെ പാറക്കല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഒമർ ലുലു ലോ ഓഫ് സിനിമ അല്ലെങ്കിൽ തിയറി ഓഫ് സിനിമ അഭിനയം അറിയണവർ മാത്രമേ സിനിമയെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാ പിന്നെ അണ്ണ മോഹൻലാലിനും മമ്മൂട്ടിക്കും കമലഹാസനും മാത്രമേ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ, നമ്മളൊന്നും കാണിച്ചു തന്നിട്ട് കാര്യമില്ല. സോ ഈ സിനിമ ഞാൻ ഒരിക്കലും മോശം പടം എന്നും പറയില്ല, പീക്ക് പടം എന്നും പറയില്ല. ഇങ്ങേരാ കൊടുത്ത ടൈറ്റിൽ നമ്മൾ നോക്കണം. അതായത് ബാഡ് ബോയ്സ് ഒമർ ഫൺ, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇറക്കിയ ഒരു സ്പൂഫ് പടം. ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടിട്ട് വെച്ചാൽ അത്യാവശ്യം വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന പടം. വൺസ് നിങ്ങൾ ഈ ലോജിക്ക് അല്ലെങ്കിൽ ഈ നറേറ്റീവ് പറയുന്ന സാധനം സീരിയസ് ആയി എടുത്തു കഴിഞ്ഞാൽ ജീവിതം വെറുക്കെന്ന് ഞാൻ പറയാം. സോ എനിക്ക് ഒമർ ലുലുവിന്റെ ഒരു കാര്യം ഇഷ്ടമായത്, റഹ്മാനെ കിഡിലായിട്ട് തന്നെ ആള് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആളുടെ ലുക്ക് വൈസ് നമ്മുടെ ടർബോയിലുള്ള മമ്മൂട്ടിയെ പോലെയൊക്കെ തോന്നും. ആളുടെ ഒരു വെറൈറ്റി റോളായിരുന്നു. അതായത് കോമഡിയും കുറച്ച് കാര്യങ്ങളും കുറച്ച് ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആളും ആ ഒരു ഗാങ്ങും മാക്സിമം ഈ സിനിമയെ താങ്ങി നിർത്താൻ നോക്കിയിട്ടുണ്ട്. സോ യൂഷ്വലി നമ്മൾ പറയുന്നത് സിനിമയിലാണ് ക്യാമിയോ എന്ന്. ഇത് ക്യാമിയോന്റെ ഇടയിൽ വന്ന ഒരു കൊച്ചു പടം എന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് സ്റ്റാർ വിഷ്ണു ജോഷിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒമർ ലുലുവിന്റെ അടുത്ത് ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പണിയെന്ന്. അപ്പൊ അതിന് പകരം വീട്ടാനായിട്ട് ഒരു റോൾ കൊടുത്തതാണ്, ഒരു വാഴപ്പിണ്ടി റോളാണ് കൊടുത്തിരിക്കുന്നത്. സോ യൂഷ്വലി നമ്മൾ സിനിമയുടെ ഒരു ഭാഗം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിങ്ങിനെ അത് നല്ലോണം ബാധിക്കും. പക്ഷെ ഈ സിനിമയിൽ ഇവൻ 75-80% വിഷ്വൽസ് കട്ട് ചെയ്താലും ഈ സിനിമയെ ബാധിക്കില്ല. കാരണം അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇവൻ പ്രോപ്പറായ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടോ എന്ന് പോലും സംശയം. കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കാണുമ്പോൾ കുറച്ച് ചിരിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ധ്യാൻ ശ്രീനിവാസിനെ ഇന്റർവൽ ബ്ലോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ യൂട്യൂബ് സ്റ്റാർസിനെയും അതേപോലെ തന്നെ കുറെ ആക്ടേഴ്സിനെയും EMI പെൻഡിങ് ഉള്ളതുകൊണ്ട് കൊണ്ടുവന്നാണ് തോന്നുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. എനിക്ക് ഈ സിനിമ എവിടം തൊട്ടിട്ടാണ് ഒരു കല്ലുകടിയായി തോന്നി വെച്ചാൽ അനാവശ്യ ക്യാമിയോസ്. ഈ വനിത വിനീത തിയേറ്ററിൽ പോയിട്ട് കോമാളിത്തരം കാണിക്കുന്ന കുറച്ച് അന്യഗ്രഹ ജീവികളുണ്ട്, അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എനിക്ക് വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. സ്റ്റിൽ നല്ല മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പൊ ഇറങ്ങുന്ന പല ഡാർക്ക് ഹ്യൂമർ, ഡാർക്ക് കോമഡീസ് അതേപോലെ തന്നെ സ്ലാപ് സ്റ്റിക് കോമഡി പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ ബെറ്റർ. അതേ ഞാൻ പറയൂ, ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ തമാശ പറയുമ്പോൾ തൊലി ഉരിഞ്ഞു പോകും കാണുന്നവരുടെ. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ സിനിമയിലില്ല. അതേപോലെ തന്നെ എനിക്ക് അക്കോർഡിംഗ് ടു മീ ഈ കോമഡി പറയുമ്പോൾ ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യാനും റേസിസത്തിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാനും അതേപോലെ ടേസ്റ്റിന്റെ ബേസിൽ ഡിഫൈൻ ചെയ്യാനും നോക്കാറില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ചിരി വന്നു കഴിഞ്ഞാൽ നല്ല കോമഡിയാണ്, അത്രേ ഞാൻ നോക്കാറുള്ളൂ. യൂഷ്വൽ ഒമർ ലുലുവിന്റെ മറ്റേ സിനിമ പോലെ 18+ കോമഡീസും കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കില്ല. പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, ഫാമിലി ആയിട്ട് സുഖമായിരുന്നു കാണാം. സോ ഈ സിനിമയിൽ നമ്മുടെ റഹ്മാന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നായിക തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ആദ്യമൊക്കെ കുറച്ച് വെറുപ്പിക്കൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ മാക്സിമം താങ്ങി നിർത്താൻ ആ ഒരു റഹ്മാന്റെ ഗ്യാങ് നോക്കിയിട്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫൗണ്ടേഷൻ വീക്ക് ആണെന്ന് വെച്ചാൽ വീട് ഇടിഞ്ഞ് വീട് തന്നെ ചെയ്യുള്ളൂ. പക്ഷെ സ്റ്റിൽ ഞാൻ പറയാം നല്ല മൊമെന്റ്സ് ഉള്ള ഒരു കൊച്ചു പടമാണ്. അതുകൊണ്ട് ഗംഭീരം ഒന്നും ഞാൻ പറയില്ല, ഫ്ലോസ് ഡെഫിനറ്റ്ലി ഉണ്ട്. എനിക്കൊരു ഓക്കെ പടമായിട്ടാണ് തോന്നിയത്. ട്രൈ ഇറ്റ് ഔട്ട്.